आज जयप्रकाश करदम की 9 बार नामक कहानी का सारांश मैं बताऊंगी। जयप्रकाश करदम दलित साहित्य के एक सशक्त हस्ताक्षर हैं। ജയപ്രകാശ് കർദം ആരാണെന്ന് നോക്കാം. ജയപ്രകാശ് കർദം ദളിത് സാഹിത്യത്തിലെ ഒരു പ്രമുഖനായ ശക്തനായ ഒരു ഹസ്താക്ഷർ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് സിഗ്നേച്ചർ എന്നാണ്. അതായത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. उपन्यास, कहानी, आलोचना, अनुवाद, संपादन कार्य आदि सभी विधाओं में उन्होंने तूलिका चलाई है. उपन्यास എന്ന് പറഞ്ഞ നോവൽ, കഹാനി സ്റ്റോറി, ആലോചന വിമർശനം, അനുവാദ ട്രാൻസ്ലേഷൻ, സമ്പാദൻ കാര്യം എന്ന് വെച്ചാൽ എഡിറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചു. 9 बार नामक कहानी में वे समाज में व्याप्त जातिवाद को हमारे सामने प्रस्तुत करते हैं. 9 बार എന്ന് പറഞ്ഞ ഈ സ്റ്റോറിയിൽ അവർ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ജാതിസത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കഥയിലേക്ക് പോകാം. 9 बार കഹാനി കാ നായക ഹെ രാജേഷ്. 9 बार എന്ന് പറഞ്ഞ കഹാനിയിലെ നായകനാണ് രാജേഷ്. वो पढ़ा लिखा नौकरी प्राप्त प्रगतिशील दलित युवक है. അവൻ പഠിച്ചിട്ടുള്ളതാണ്, വിദ്യാസമ്പന്നനാണ്, നൗകരി പ്രാപ്താണ്. നൗകരി എന്ന് പറഞ്ഞാൽ ജോലി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയാണ്. ദളിത് യുവക്കാണ്, ദളിത് ജാതിയിൽപ്പെട്ട ഒരു യുവക്കാണ്. वो एक IRS अधिकारी है. अधिकारी എന്ന് പറഞ്ഞാൽ ഓഫീസർ, IRS ഓഫീസറാണ്. वो स्वस्थ, सुंदर और आकर्षक भी है. അവൻ സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ്, സുന്ദറാണ്, और आकर्षक भी है. वो एक दिन ടൈംസ് ഓഫ് ഇന്ത്യ में വൈവാഹിക വിജ്ഞാപൻ देखता है. അപ്പം പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൽ വൈവാഹിക വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്, വൈവാഹിക വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ്. ഉസ്മേം लड़की वाइटिश, स्लिम, शार्प फीचर्ड, ब्यूटीफुल गर्ल, एक्सपर्ट इन हाउस होल्ड, हाईली एजुकेटेड, प्रोग्रेसिव फैमिली, 9 बार लिखा है. अर्थात जाति का कोई बंधन नहीं है. അപ്പോൾ ആ പരസ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ലടുക്കിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വൈറ്റിഷാണ്, സ്ലിം, ഷാർപ്പ് ഫീച്ചേർഡ്, ബ്യൂട്ടിഫുൾ ഗേൾ, എക്സ്പേർട്ട് ഇൻ ഹൗസ് ഹോൾഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പ്രോഗ്രസീവ് ഫാമിലിയാണ്, 9 ബാർ. അപ്പോൾ കാസ്റ്റിനെ കുറിച്ചിട്ട് 9 ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ജാതി ഒരു തടസ്സമില്ല എന്നെഴുതിയിരിക്കുന്നു. വിജ്ഞാപൻ പഠിനെ पर उसके मन में ऐसा विश्वास जाग उठा कि वो लड़की उसके लिए योग्य है. വിജ്ഞാപൻ പഠിച്ചപ്പോൾ അതായത് പരസ്യം വായിച്ചു നോക്കിയപ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിശ്വാസം വന്നു, അതായത് ആ ലടുക്കി അവന് അനുയോജ്യമാണ് എന്ന് തോന്നി. वो विज्ञापन में दिए पते पर संपर्क करता है. അവൻ പരസ്യത്തിൽ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നു. സമ്പർക്ക് കർണ എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ചെയ്യുക. तो वहाँ से उसको निमंत्रण मिलता है. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും നിമന്ത്രൺ മിൽത്താ ഹെ. നിമന്ത്രൺ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ. അപ്പോൾ അവിടെ ചെന്ന് കാണുവാൻ വേണ്ടി ഒരു ക്ഷണം ലഭിക്കുന്നു. ലടുക്കി കാ നാം ഹെ അനിത. ലടുക്കിയുടെ പേരാണ് അനിത. ലടുക്കി കെ സാത്ത് അനൗപചാരിക് വാർത്തായേം മേൽ മിലാപ് സൈർ ആദി ഹോത്തെ ഹെം. ലടുക്കിയോടൊപ്പം അനൗപചാരിക് എന്ന് പറഞ്ഞാൽ ഇൻഫോർമലായിട്ടുള്ള സംഭാഷണം നടക്കുന്നു. മേൽ മിലാബ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ നടക്കുന്നു. സൈർ എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ്, പല സ്ഥലങ്ങളിൽ യാത്ര, ഇങ്ങനെ മുതലായ കാര്യങ്ങൾ നടക്കുന്നു. ബാത്തേം ഷാദി തക്ക് പഹുഞ്ച് രഹി ഹെ. കാര്യങ്ങൾ അങ്ങനെ ഷാദി വരെ, ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹം വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷ് ഷാദി കി ബാത്ത് അപ്നെ മാം ബാപ്പ് സെ ബത്താനെ കെ ലിയെ ഗാവ് ജാത്താ ഹെ. അതിനുശേഷം ഒരു ദിവസം രാജേഷ് തൻ്റെ വിവാഹകാര്യം തൻ്റെ അച്ഛനോടും അമ്മയോടും പറയുവാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോകുന്നു. राजेश के पिता का कहना है कि शादी ब्याह की एक उम्र होती है. വിവാഹത്തിന് പിതാജി പറയുകയാണ്, രാജേഷിൻ്റെ പിതാജി പറയുകയാണ്, ഷാദി ബ്യാഹ് എന്ന് പറഞ്ഞാൽ ഷാദി എന്ന് തന്നെയാണ് അർത്ഥം, വിവാഹത്തിന് ഒരു ഉമർ എന്ന് പറഞ്ഞാൽ പ്രായം, വയസ്സ്, ഒരു വയസ്സുണ്ട്, ഒരു പ്രായമുണ്ട്. അബ് തുമേ ഷാദി കർ ലേനി ചാഹിയെ. അതുകൊണ്ട് നീ ഇപ്പോഴും വിവാഹം നടത്തണം. മാം ബി ഖുഷ് ഹോത്തി ഹെ. ഈ കാര്യം അറിയുമ്പോഴും അമ്മയ്ക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്നു, അമ്മയും സന്തോഷവതിയാകുന്നു.
इस बीच में राजेश के पिता उस लड़की के बारे में पूछते हैं तो राजेश कहता है कि आदमी बड़े अच्छे हैं, सवर्ण है, जाति पांति को तनिक भी नहीं मानते. ഇതിനിടയിൽ രാജേഷിൻ്റെ പിതാജി ലടുക്കിയെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ രാജേഷ് പറയുകയാണ്, ആദ്മി ബഡേ അച്ഛേഹം, മനുഷ്യർ അവരൊക്കെ നല്ല മനുഷ്യരാണ്, സവർണരാണ്, ജാതി പാന്തിയെ അല്പം പോലും അംഗീകരിക്കാത്തവർ ആണ്. തനിക് ബി എന്ന് പറഞ്ഞാൽ അല്പം പോലും അവർ അംഗീകരിക്കുന്നുമില്ല. അപ്പനി ബിരാദരി കെ ന ഹോനെ പർ പിതാ ചൗങ്ക് ജാത്തേഹം, തൻ്റെ ജാതിയിൽപ്പെട്ട ബിരാദരി എന്ന് പറഞ്ഞാൽ സ്വജാതി, തൻ്റെ സ്വജാതിയിൽപ്പെട്ടത് അല്ലാത്തതുകൊണ്ട് പിതാജി ഞെട്ടിപ്പോവുകയാണ്. अपने लंबे जीवन अनुभव के आधार पर पिताजी अपने बेटे को समझाते हैं. തൻ്റെ നീണ്ട ജീവിത അനുഭവത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പിതാജി തൻ്റെ ബേട്ടയെ മനസ്സിലാക്കിക്കുന്നു. अंत में बेटे के प्रगतिशील विचारों के सामने पिताजी चुप रह जाते हैं. അപ്പം അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നു. അവസാനം ബേട്ടയുടെ പ്രഗതിശീൽ വിചാരവും കെ സാമനെ, മകൻ്റെ പുരോഗമന ചിന്താഗതിക്ക് മുമ്പിൽ പിതാജി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. രാജേഷ് അനിത കെ ഘർ ഫിർ ആതാ ഹെ, രാജേഷ് വീണ്ടും അനിതയുടെ വീട്ടിലേക്ക് വരുന്നു. ഉന്മേ ആത്മീയത ബഡി രഹി ഹെ, അവരിൽ ആത്മീയത അടുത്ത സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അനിത രാജേഷ് കെ ലിയെ ഖാന ബനാനെ മേ വ്യസ്ത് ഹെ, അനിത രാജേഷിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ബിസിയാണ്. ഇസ് ബീച്ച് മേ अनिता के पिता अपनी प्रगतिशीलता का परिचय देते हुए कहते हैं कि वे जाति पांति को नहीं मानते. അപ്പോൾ ഇതിനിടയിൽ അനിതയുടെ പിതാജി അവരുടെ പ്രഗതിശീലതാക്ക പരിചയം, പുരോഗമനവാദത്തെക്കുറിച്ച്, പുരോഗമന ചിന്താഗതിയെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വേ ജാതി പാന്തിക്കോ നെഹിം മാൻതെ, അവർ ജാതിയെ അംഗീകരിക്കുന്നില്ല. ലേക്കിൻ जब वे राजनीतिक बातों पर चर्चा करते हैं तब मंडल कमीशन लागू करके जातिवाद को फिर से बढ़ावा मिलने की बातें आती हैं. അപ്പോൾ ഭക്ഷണം റെഡിയാകുന്നതിനിടയിൽ അവർ ചർച്ച നടത്തുകയാണ്. അപ്പോൾ അതിനിടയിൽ പറയുകയാണ്, ലേക്കിൻ ജബ് വേ രാജനീതിക് ബാത്തോം പർ ചർച്ച കർത്തേ ഹം, അവർ രാജനീതിക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുന്നതിനെക്കുറിച്ചിട്ടും, മണ്ഡൽ കമ്മീഷൻ ലാഗു കർക്കെ ജാതിവാദുക്കോ ഫിർ സേ ബഡാവ മിൽനെ കി ബാത്തേം ആത്തി ഹെ, മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയിട്ട് ജാതിവാദിനെ വീണ്ടും പ്രോത്സാഹനം കിട്ടുന്ന കാര്യമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. राजेश का कहना है कि आज दलितों की अपनी पार्टी है और वे अपनी पार्टी को वोट दे रहे हैं. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിലും ജാതിസത്തിനും ഒരു പങ്കുണ്ട് എന്ന കാര്യത്തൊക്കെ സവിസ്തരം അവർ സംസാരിക്കുന്നു. അപ്പോൾ രാജേഷ് പറയുകയാണ്, ആജ് ദളിതോം കി അപ്പിനി പാർട്ടി ഹെ, ഇന്ന് ദളിതർക്കും തൻ്റേതായ ഒരു പാർട്ടിയുണ്ട്. അതുപോലെ തന്നെ വേ അപ്പിനി പാർട്ടിക്കോ വോട്ട് ദേ രഹേ ഹെ, അവർ ദളിതരുടേതായ അവരവരുടെ പാർട്ടിക്കാണ് വോട്ടും കൊടുക്കുന്നത് എന്ന് രാജേഷ് അതിനിടയിൽ പറയുന്നു. രാജേഷ് की बातों से लड़की के पिता को शक होता है कि लड़का दलित जाति का है. രാജേഷിൻ്റെ സംസാരത്തിലൂടെ ലടുക്കിയുടെ പിതാവിന് ഒരു ഷക്ക് എന്ന് പറഞ്ഞാൽ സംശയം തോന്നുകയാണ്. ലടുക്ക ദളിത് ജാതിക്കാ ഹെ, ലടുക്ക ദളിത് ജാതിയിൽപ്പെട്ടതാണോ എന്നൊരു സംശയം തോന്നുന്നു. ये विचार मन में आते ही सहसा अनिता को आवाज़ लगाते हुए उड़कर वे घर के अंदर चले जाते हैं. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒന്നും തന്നെ പിന്നീട് ചർച്ച മുമ്പോട്ട് പോകാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അനിതയെ വിളിക്കുകയും റൂമിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഉസ് സമയ അനിത രാജേഷ് കെ ലിയെ ഡൈനിങ് റൂം മേ पर्दे के दूसरी ओर डाइनिंग टेबल पर बर्तन लगा रही है. ആ സമയത്ത് അനിത രാജേഷിന് വേണ്ടി ഡൈനിങ് റൂമിൽ കർട്ടൻ്റെ പിന്നിലായിക്കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മേലെ സാധനങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുകയായിരുന്നു. पिता अपनी बेटी से राजेश की जाति के बारे में पूछते हैं तो बेटी ये जानती नहीं. അപ്പോഴാണ് അവളുടെ പിതാജി ബേട്ടിയോട് രാജേഷിൻ്റെ ജാതിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ബേട്ടി പറയുകയാണ്, എനിക്കറിയില്ല.
बेटी समझ जाती है कि हमारे एड में पहले ही 9 बार छपा था, इसलिए उसकी कास्ट के बारे में जानने की या इस ओर ध्यान देने की कोई തുक ही नहीं थी. അപ്പോൾ അവൾ ബേട്ടി മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഹമാരെ എഡ് മേം, ഹമാരെ അഡ്വർടൈസ്മെൻറ്റ് മേം പഹലെ ഹി 9 ബാർ ഛപ്പാത്ത, നമ്മൾ മുമ്പേ തന്നെ 9 ബാർ ജാതി ഒരു തടസ്സം അല്ല എന്ന് അച്ചടിച്ചിട്ടുണ്ട്. ഛപ്പിന എന്ന് പറഞ്ഞാൽ അച്ചടിക്കുക, പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്ലിയെ ഉസ്കി കാസ്റ്റ് കെ ബാരെ മേ ജാനിനെ കി യാ ഇസ് ഓർ ധ്യാൻ ദേനെ കി കൊയ് തുക് ഹി നഹിം, അതുകൊണ്ട് അവൻ്റെ കാസ്റ്റിനെ കുറിച്ചിട്ട് അറിയേണ്ടതോ അപ്പോൾ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതോ കാര്യമില്ല. തുക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്ന, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ല. लड़की बड़ी सहजता से कहती है कि जब हम जाति पाति को मानते ही नहीं है तो फिर वह किसी भी कास्ट का हो उससे क्या फ़र्क पड़ता है. ലടുക്കി സഹജത സെ കഹത്തി ഹെ, സ്വാഭാവികമായിട്ട് പറയുകയാണ്, ജബ് ഹം ജാതി പാന്തിക്കോ മാൻതേ ഹി നഹിം, നമ്മൾ ജാതി പാന്തിയെ അംഗീകരിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അവൻ്റെ ജാതിയെക്കുറിച്ച് അറിയുന്നത്. ഉസുസെ ക്യാ ഫറക് പെടുത്താഹെ, അതിലെന്ത് ഡിഫറൻസാണ് ഇരിക്കുന്നത്, ജാതി അറിയേണ്ട ആവശ്യമില്ലല്ലോ. पिता जवाब देते हैं कि वह सब तो ठीक है कि हम जाति पाति को नहीं मानते और हमने मैट्रिमोनियल में 9 बार छपवाया था, लेकिन फिर भी कुछ चीज़ें तो देखनी ही होती हैं. आखिर 9 बार का ये मतलब तो नहीं कि किसी चमार चूहड़े के साथ. അപ്പം ഇത്രയും കാര്യങ്ങൾ അനിതയുടെ പിതാജി മറുപടി പറയുന്നതാണ്. വ് സബ് തോ ടീക്ക് ഹെ, അതൊക്കെ ശരി തന്നെ, എന്തെന്നാൽ ഹം ജാതി പാന്തിക്കോ നഹി മാൻത്യം, ഞങ്ങൾ ജാതി പാന്തിയെ കരുതുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഹംനെ മാട്രിമോണിയൽ മേ 9 ബാർ ഛപ്പുവായാത്ത, നമ്മൾ മാട്രിമോണിയലിലും 9 ബാർ എന്നാണ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചത്. ലേക്കിൻ ഫിർ ബി കുച്ച് ചീസേം തോ ദേഖ്തി ഹി ഹോത്തി ഹെ, എന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് കാര്യം തന്നെയാണ്. ആഖിർ 9 ബാർ കാ യേ മതലബ് തോ നഹിം കി കിസി ചമാർ ചൂഹടെ കെ സാത്ത്. ആഖിർ, ആഖിർ എന്ന് പറഞ്ഞാൽ അന്തിമേ, അവസാനം. അവസാനം 9 ബാർ കാ യേ മതലബ് തോ നഹിം, മതലബ് എന്ന് പറഞ്ഞാൽ മീനി, 9 ബാർ എന്നതിൻ്റെ മീനി ഇത് അല്ല. ഇതെന്നല്ല, കിസി ചമാർ ചൂഹടെ കെ സാത്ത്, ഏതെങ്കിലും ഒരു ചമാർ, ചമാർ എന്ന് പറഞ്ഞാൽ ചെരുപ്പൂത്തി, കോബ്ലർ, ഒരു കോബ്ലറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചൂഹട എന്ന് പറഞ്ഞാൽ കീഴ്ജാതിയാൻ താണജാതി, താണജാതിയുടെയോ കൂടെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നതല്ല അതിനർത്ഥം എന്ന് പറഞ്ഞു വരികയാണ്. അനിത വഹീം ഖടി ഹി രഹ് ജാതി ഹെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ അനിത അവിടെ തന്നെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ വിവാഹം അവിടെ നടക്കാതെയായി പോകുന്നു. ഇനി അത്രയുമാണ് സ്റ്റോറി. ഇനി ഇതിൻ്റെ പ്രത്യേകതയാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ ആയിക്കൊണ്ട് എഴുതേണ്ടുന്നത്. ഇസ് കഹാനി മേം ഭാരതീയ ഹിന്ദു സമാജ് കി ജാതി വ്യവസ്ഥ ദിഖായി പഠിത്തി ഹെ, ഈ സ്റ്റോറിയിൽ ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഉള്ള ജാതി വ്യവസ്ഥയാണ് കാണിച്ചു തരുന്നത്. പ്രോഗ്രസീവ് ഫാമിലി ഹോനെ പർ ബി പുരാനി പീढ़ी के पिता ജാതി പാന്തി के भेदभाव पर अटल रहते हैं. പ്രോഗ്രസീവ് ഫാമിലിയാണ്, എന്നാൽ പോലും പുരാനി പീढ़ी के पिता, പീढ़ി എന്ന് പറഞ്ഞാൽ ജനറേഷൻ, തലമുറ, പഴയ തലമുറയിലെ പിതാജി ജാതി വ്യവസ്ഥയുടെ ഭേദഭാവത്തെ, ഡിഫറൻസിൽ തന്നെയാണ് അടൽ രഹിത. അടൽ രഹിന എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, ടൽന എന്ന് പറഞ്ഞാൽ മാറുക, അടൽന എന്ന് പറഞ്ഞാൽ മാറാതെ നിൽക്കുക, അതായത് ഉറച്ചു നിൽക്കുക. പഴയ തലമുറ ജാതിയുടെ വ്യത്യാസത്തിൽ, ജാതിയുടെ ഭേദഭാവിൽ, ജാതി വ്യത്യാസത്തിൽ തന്നെ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. ലേക്കിൻ नई पीढ़ी के राजेश और अनिता ജാതി പാന്തി के भेदभाव को छोड़ते हैं. ഇന്നത്തെ തലമുറയായ പുതിയ തലമുറയിൽപ്പെടുന്ന രാജേഷും അനിതയും അവർ ജാതി വ്യത്യാസത്തെ ഉപേക്ഷിക്കുകയാണ്. പുരാനി രീതി റിവാസോം കെ സാമനെ വേ ബേജുബാൻ രഹ് ജാത്തെ ഹം. പുരാനി രീതി റിവാസ്, രീതി റിവാസ് എന്ന് പറഞ്ഞാൽ ജീവിത രീതി, പഴയ ജീവിത രീതി അനുസരിച്ചിട്ട് ജീവിത രീതിയുടെ മുമ്പാകെ അവർ ബേജുബാൻ, ജുബാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നുണ്ട് അർത്ഥം, ടങ്, അതുപോലെ തന്നെ ഭാഷ,
അപ്പം വേ ബേജുബാൻ രഹ്ജാന എന്ന് പറഞ്ഞാലോ അവർ സംസാരിക്കാൻ പറ്റാതെ, അവർക്ക് നാവില്ലാതെ ഇരിക്കുന്നു, അതായത് അവർക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുന്നു. പുരാനി പീढ़ी के മനോഭാവോं में അവശ്യ പരിവർത്തൻ ഹോനാ ചാഹിയെ. അപ്പോൾ അത് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താ? പഴയ പ്രാചീനമായ തലമുറയിലെ മനോഭാവത്തിൽ തീർച്ചയായും പരിവർത്തൻ ഉണ്ടാകേണ്ടതാണ്, ചേഞ്ച് ഉണ്ടാകേണ്ടതാണ്. അപ്പം പ്രാചീന തലമുറ ജാതി വ്യത്യാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ ഇന്നത്തെ തലമുറ ജാതിക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല. कहानीकार ने आज के बनावटी प्रगतिशील विचारों पर व्यंग्य किया है. കഹാനിക്കാർ ഇന്ന് ഈ ബനാവട്ടി എന്ന് പറഞ്ഞ കൃത്രിമമായ പുരോഗമന വിചാരത്തിനെ പറ്റി ഒരു പരിഹാസമാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്.